വിശദമായ വാർത്തകളിലേക്കാണ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ മലയൻകീഴ് സ്വദേശി സുമയ്യയുടെ നെഞ്ചിൽ ട്യൂബ് കുടുങ്ങിയ സംഭവത്തിൽ ഡോക്ടർ രാജീവ് കുമാറിനെതിരെ കേസെടുത്തു. സംഭവത്തിൽ നേരത്തെ ഡോക്ടർക്കെതിരെ കുടുംബം പരാതി ഉന്നയിച്ചിരുന്നു. പെട്ടെന്ന് ശസ്ത്രക്രിയ നടത്താനായി ഡോക്ടർ രാജീവ് കുമാറിന് ശസ്ത്രക്രിയയ്ക്ക് മുൻപ് പണം നൽകിയെന്നും നെടുമങ്ങാട് പ്രൈവറ്റ് ക്ലിനിക്കിൽ പോയി ഡോക്ടറെ കണ്ടുവെന്നും സുമയ്യയുടെ സഹോദരി ഭർത്താവ് സാബിർ പറഞ്ഞു. സംഭവത്തെ നിസ്സാരമായാണ് ആരോഗ്യവകുപ്പ് കാണുന്നതെന്നും കുടുംബം ആരോപിച്ചു. കൃത്യമായി മൊഴി കൊടുത്തു കഴിഞ്ഞു. അതായത് ഡോക്ടർ ഗുരുതരമായി തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ ഒരു സ്ഥിതിക്ക് ഇത്രയും സമയമായി പോലീസോ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പോ കൃത്യമായി നടപടി എടുക്കേണ്ടതുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ചെയ്ത ഡോക്ടർ തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പോലും ഈ പറഞ്ഞ രീതിയിൽ മെഡിക്കൽ കോളേജിലും ശ്രീചിത്രയിലടക്കമുള്ള സ്ഥലത്ത് ബോർഡ് മീറ്റിംഗ് കൂടെ ഈ ഡോക്ടറെ വെച്ച്, അതായത് ഈ തെറ്റ് ചെയ്ത ഡോക്ടറിനെ വെച്ച് തന്നെയാണ് ഇവർ ബോർഡ് മീറ്റിംഗ് വരെ കൂടുന്നത് എന്നത് ഇപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് വലിയ ഗൗരവമായ തെറ്റാണ്. ഇന്നലെ മെഡിക്കൽ റിപ്പോർട്ട് വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ കിടക്കുന്നതിൽ, അതായത് സുമയുടെ ഉള്ളിലുള്ള ഈ ട്യൂബ് കിടക്കുന്ന ഒരു പ്രശ്നമില്ല എന്ന രീതിയിൽ നിസ്സാരം പോലെയാണ് ഇവിടെ ഈ പറഞ്ഞ ഡോക്ടറും അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും ആരോഗ്യവകുപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. DMO ഓഫീസിൽ പോകുന്നുണ്ട്. നമ്മൾ കൊടുത്ത മറുപടി വാർത്തയുടെ വിശദാംശങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു. സൂര്യ, ആദ്യഘട്ടത്തിൽ ഈ ഗുരുതരമായിട്ടുള്ളൊരു സംഭവമാണ്. ഇത് സമ്മതിക്കുന്ന ശബ്ദ സന്ദേശങ്ങളടക്കം തന്നെ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡോക്ടർ രാജീവ് കുമാറിന് ശസ്ത്രക്രിയയ്ക്ക് മുൻപ് പണം നൽകിയെന്നും നെടുമങ്ങാട് പ്രൈവറ്റ് ക്ലിനിക്കിൽ പോയി ഡോക്ടറെ കണ്ടുവെന്നും സുമയുടെ സഹോദരി ഭർത്താവ് സാബിർ പറയുന്നത്. സംഭവത്തെ വളരെ നിസ്സാരമായിട്ടാണ് ആരോഗ്യവകുപ്പ് കാണുന്നതെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. വിവരങ്ങൾ പിഴവ് സംഭവിച്ചു എന്നുള്ള കാര്യം നേരത്തെ തന്നെ ഡോക്ടർ സമ്മതിച്ചു കഴിഞ്ഞതാണ്. പക്ഷേ സർജറി നടത്തിയത് താൻ അല്ല എന്നുള്ള ന്യായീകരണമാണ് അദ്ദേഹം തനിക്ക് അനുകൂലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കൃത്യമായിട്ട് സുമയ്യ പറയുന്ന പരാതിയിൽ നേരത്തെ ഇക്കാര്യം ഡോക്ടറുമായിട്ട് സംസാരിക്കുമ്പോൾ ഡോക്ടർ പണം തന്ന മറ്റ് ചികിത്സ നടത്തിക്കോളൂ എന്ന് പറഞ്ഞു, ഈ കാര്യം പുറത്ത് പറയരുതെന്നൊക്കെ ആവശ്യപ്പെട്ടു എന്ന കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് രോഗിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു ഈ വിഷയം കഴിഞ്ഞതിന് ശേഷം എന്നുള്ള ഗുരുതര ആരോപണം കൂടി ഡോക്ടർക്ക് എതിരെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു സുമയ്യയും അതുപോലെ തന്നെ ബന്ധുവാണ് ഡോക്ടറുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയങ്ങളിലൊക്കെ തന്നെ പിഴവ് സംഭവിച്ചു എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയതാണ്. മറ്റൊന്ന്, ഈ ഉപകരണം ശരീരത്തിനകത്തിരിക്കുന്നത് കൊണ്ട് സുമയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല, അപകടകരമായിട്ടുള്ള സ്ഥലത്തല്ല അതിരിക്കുന്നത് എന്നുള്ള ന്യായീകരണവും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഡോക്ടറെ പ്രതി ചേർത്തുകൊണ്ടാണ് കേസ് എടുത്തിരിക്കുന്നത്. സംഭവത്തിൽ ഡോക്ടർ മാത്രമാണ് പ്രതി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. താനല്ല ശസ്ത്രക്രിയ നടത്തിയതെന്നാണ് ഡോക്ടർ പറഞ്ഞ മൊഴി. പക്ഷേ നൽകിയിരിക്കുന്ന വിശദീകരണം പക്ഷേ അത് കണക്കിലെടുത്തിട്ടില്ല പോലീസ്. നിലവിൽ സുമയും അതുപോലെ തന്നെ ബന്ധുമൊക്കെ നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഡോക്ടറിനെ പ്രതി ചേർത്തുകൊണ്ട് കേസ് എടുത്തിരിക്കുന്നത്. ഈ സമിതി അന്വേഷിക്കാനൊക്കെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയും പറയുന്നത്. സമിതിയെ പരാതി ലഭിക്കുന്നതിന് മുൻപ് തന്നെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇന്നലെ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ആ സമിതി അന്വേഷണം നടത്തുകയാണ്. അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാം എന്നുള്ള ഒരു കാര്യമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ഇപ്പോൾ പറയുന്നത്. എന്തായാലും നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സുമയ്യയുടെ തീരുമാനം. നിലവിൽ ഇപ്പോൾ ആ ഉപകരണം അകത്തിരിക്കുന്നത് കൊണ്ട്, ശരീരത്തിനകത്തിരിക്കുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ സുമയ്യ അനുഭവിക്കുന്നുണ്ട്. അത് എടുത്തു മാറ്റിയാൽ അതിലും വലിയ അപകടാവസ്ഥയിലേക്ക് സുമയ്യയുടെ സ്ഥിതി വഷളാകും എന്നുള്ള കാര്യം വിദഗ്ധർ ഉൾപ്പെടെ വ്യക്തമാക്കി കഴിഞ്ഞു. അങ്ങനെ ഏത് രീതിയിലും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് സുമയ്യ. അതുകൊണ്ട് തന്നെ ഈ വിഷയം സംബന്ധിച്ച് തനിക്ക് നീതി വേണം, നീതി ലഭിക്കുന്നത് വരെ പോരാടും എന്നുള്ള കാര്യമാണ് സുമയുടെ കുടുംബാംഗങ്ങളും വ്യക്തമാക്കുന്നത്. ഇപ്പോൾ നിലവിൽ IPC 336, 338 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഡോക്ടർ രാജീവ് കുമാറിനെതിരെ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. ഈ കേസിൽ രാജീവ് കുമാർ മാത്രമാണ് പ്രതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ശസ്ത്രക്രിയ നടത്തിയ മറ്റ് ഡോക്ടർമാരെയോ അല്ലെങ്കിൽ മറ്റാളുകളെയോ ഒന്നും തന്നെ ഈ പ്രതി ചേർത്തിട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ പോലീസ് ഈ അന്വേഷണവുമായിട്ട് കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ മറ്റ് പ്രതികൾ കൂടി ചേർക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം
ഡോക്ടർ പറയുന്നത് താനല്ല ശസ്ത്രക്രിയ നടത്തിയത് എന്നാണ്. എങ്കിൽ ആരാണ് ശസ്ത്രക്രിയ നടത്തിയത്, ആരാണ് ഈ ഗുരുതരമായിട്ടുള്ള പിഴവ് തെറ്റ് ചെയ്തത് എന്നുള്ളത് കണ്ടെത്തുകയൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇനി നടക്കേണ്ട കാര്യങ്ങളാണ്. എന്തായാലും വിഷയത്തിൽ സുമയ്യയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കന്റോൺമെന്റ് പോലീസ് കേസ് എടുത്തു കഴിഞ്ഞു. അതിൽ ഡോക്ടറിനെ പ്രതി ചേർത്തുകൊണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി സൂര്യ.